കഴിഞ്ഞ ദിവസം സാറ്റർഡേ എപ്പിസോഡിൽ മുടിയൻ സങ്കടപ്പെട്ടിരുന്നപ്പോൾ ലാലേട്ടനൊന്ന് വെറുതെ ഒന്ന് ചോദിച്ചതാണ്. പിന്നീട് അത് വേണ്ടിയിരുന്നില്ല എന്ന കണക്കായിപ്പോയത്. സംഭവം എന്താന്ന് പറഞ്ഞാൽ സിബിനെ പുറത്താക്കി. പവർ വീട്ടിൽ നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നതാണ്. എല്ലാ പവർ ടീമിനേക്കാൾ ഇത്തവണ നന്നായിട്ട് ആക്റ്റീവായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കളിച്ചു വന്ന ഒരു മോറൽ സപ്പോർട്ടായിരുന്നു സിബിൻ. പെട്ടെന്ന് സിബിനെ പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കി ഡയറക്റ്റ് നോമിനേഷനിൽ വിട്ടപ്പോൾ അത് ഋഷിയെ സാരമായിട്ട് ബാധിച്ചു. ഋഷി അത് സങ്കടപ്പെട്ടു. അത് ഉള്ളിൽ നിന്ന് വന്നതായിട്ടാണ് നമ്മൾ പ്രേക്ഷകരും കണ്ടത്. സോ അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ടാസ്കിന് ശേഷം എല്ലാവരും കൂടെ സോഫയിൽ വന്നിരുന്നപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, എന്ത് പറ്റി ഋഷി, എന്താണ് മുഖം വല്ലാതിരിക്കുന്നത് എന്നുള്ളത്. അതിന് ഋഷി പറഞ്ഞ മറുപടി ഇതാണ്, ലാലേട്ട സിബിനെ പുറത്താക്കി, അതെനിക്ക് ഭയങ്കര വിഷമമായി. ടീമിൽ നിന്നും പുറത്താക്കി, നോമിനേഷനിൽ വന്നു. അപ്പോൾ അതിന് ലാലേട്ടൻ പറഞ്ഞത്, അതിനെന്താണ്, തെറ്റ് ചെയ്തിട്ടല്ലേ, തെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ശിക്ഷ കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പുറത്താക്കിയത് എന്ന് ലാലേട്ടൻ്റെ ഭാഗം പറയുന്നുണ്ട്. ഉടനെ ഋഷി, ലാലേട്ട അതല്ല, അതിനേക്കാൾ ഒരുപാട് ഈ വീട്ടിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്, മോശമായ വാക്കുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത ഇതാണ് ഇപ്പോൾ എനിക്ക് അതെന്തോ പോലെ എന്നൊക്കെ. അത് ലാലേട്ടൻ്റെ മുൻപിൽ അതങ്ങനെ എല്ലാം ഓപ്പണായിട്ട് പറയാനും പറ്റുന്നില്ല. എന്നാൽ ലാലേട്ടൻ്റെ മുൻപിൽ അത് ലാലേട്ടന് മനസ്സിലാകുന്ന വിധത്തിൽ ഋഷി അവതരിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ലാലേട്ടൻ എങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഋഷി അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ലാലേട്ട ഒരുപാട് പേര് ഇതുപോലത്തെ മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഗസ്റ്റർ കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ സിബിനെ മാത്രം ഇങ്ങനെ പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ ലാലേട്ടൻ അവിടെ നൈസായിട്ട് പിന്നെ ഊരാനാണ് നോക്കിയത്. കാരണം അത് ഋഷി, ഇതിപ്പോൾ പവർ ടീമിലുള്ളവരല്ലേ, പവർ ടീമിലുള്ളവർ, അധികാരത്തിലുള്ളവർ അങ്ങനെ പറയാൻ പാടുണ്ടോ? അതുകൊണ്ടാണ് ഒരു ശിക്ഷ കൊടുത്തത്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ സംഭവമല്ലേ, അതിനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം ലാലേട്ടന് കൊടുത്ത ബിഗ് ബോസിൻ്റെ ടീം കൊടുത്തു കഴിഞ്ഞ കാര്യങ്ങളിൽ ഇന്നത് പറയണം എന്ന് പറഞ്ഞതിൽ ഒരു പക്ഷേ കഴിഞ്ഞ മുൻപിലുള്ളവരൊക്കെ ഇത്രയും വേണ്ടാത്ത പറഞ്ഞെല്ലാം ചോദ്യം ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കാണില്ല. ആ ഭാഗത്താണ് ഋഷി ഇത് ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ പിന്നെ അതിന് പഴയതിലേക്ക് പോകാൻ ലാലേട്ടന് നിർവാഹമില്ലായിരിക്കാം, മേ ബി അങ്ങനെ തന്നെ കരുതുന്നു. ഏതിരുന്നാലും ഋഷി അവിടെ അത് ഓർമ്മപ്പെടുത്തിയത് വളരെ നല്ല ഒരു കാര്യം. ഒരാളെ മാത്രം അത് ഒരു മോശമാണ്, സിബിൻ മോശം ചെയ്തത് മോശമല്ല എന്ന് പറയുന്നില്ല, തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരാളെ അതിന് തക്ക പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ മുൻപുള്ളവർക്കെല്ലാം ഇതുപോലൊരു പണിഷ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ള ആ ഒരു വേർതിരിവാണ് ഋഷി അവിടെ എടുത്ത് കാണിച്ചത്. അത് വളരെ നന്നായിരുന്നു. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്.